ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ടാർഗറ്റ്സും പറഞ്ഞിട്ടുള്ള എല്ലാ ടാർഗറ്റ്സും ബിറ്റ് കോയിനിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 48,000 ആയിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രൈസ് റേഞ്ച്, അതും റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്താണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ETF റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആളുകൾ സംശയങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഈ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് വീഡിയോകളിൽ നോക്കിക്കഴിഞ്ഞാൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഉണ്ടായിരുന്ന ആ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പ്രകാരം നമ്മുടെ ടാർഗറ്റ് ആയിട്ടുണ്ട് 48 എന്ന് ചെയ്തിട്ടുണ്ട്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ തന്നെ അപ് ട്രെൻഡിലുണ്ടായിരുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. അവിടെ നിന്ന് ഈ ഒരു ട്രെൻഡ് ലൈനുകൾ തമ്മിലുള്ള ലെങ്ത് ആയിരുന്നു നമ്മുടെ ടാർഗറ്റ് വന്നിട്ടുണ്ടായിരുന്ന 48 ആയിരുന്നു നമ്മുടെ ടാർഗറ്റ്. അതേപോലെ തന്നെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ തന്നെയുള്ള കപ്പ് ആൻഡ് ഹോൾഡറിൻ്റെ ടാർഗറ്റ് പ്രകാരം 48 ആയിരുന്നു, അതും ചെയ്തിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോന്നുകൊണ്ടിരുന്നത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 48 തന്നെയാണ് നമ്മുടെ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഏരിയയിൽ പ്രൈസ് ടച്ച് ചെയ്തു. ഇപ്പോൾ കറൻ്റ്ലി 42,496 എന്നുള്ള പ്രൈസിലാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെറിയൊരു ടൈം ഫ്രെയിമിലേക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ മൂവ്മെൻറ്റ് എന്നുള്ളത് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിലവിൽ പ്രൈസ് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിലാണ്. മുമ്പ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ വന്ന് പ്രൈസ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോയിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ മേ ബി നമുക്ക് ഒരു 40, അതുപോലെ തന്നെ 40 ഏരിയയിലേക്ക് 40,000 എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്കൊക്കെ പ്രൈസ് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 40,000 ആണ്. അപ്പോൾ ഓൾറെഡി മൂവിങ് ആവറേജ് 200 ബ്രേക്ക് ചെയ്തിട്ടാണ് ക്യാൻഡിൽ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ സാധ്യതകൾ ഈ 40 ഏരിയയിലേക്ക് പോകാനുള്ളതായിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ ടൈം ഫ്രെയിമിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രകാരവും ഈ പറഞ്ഞ 40 ഏരിയയിലേക്ക് തിരിച്ചൊരു റീടെസ്റ്റിനുള്ള സാധ്യതയുണ്ട്. മുമ്പും ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് നടന്നു, അതിൻ്റെ ടാർഗറ്റ് ഏരിയ എത്തി. പിന്നീട് അടുത്ത മൂവ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 48,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു അടുത്ത ഒരു വലിയ മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക. വലിയ ടൈം ഫ്രെയിം ആട്ടോ പറയുന്നത്, വീക്കിലി ടൈം ഫ്രെയിമാണ്. ഓരോ ക്യാൻഡിൽസും ഓപ്പണായി ക്ലോസ് ആവാനായിട്ട് ഒരു വീക്ക് ആവശ്യമാണ്. സോ ഇവിടെ നിന്നും പ്രൈസ് തിരിച്ച് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ വന്ന് റീടെസ്റ്റ് എടുത്ത് ഇതേപോലെ ഇവിടെ നിന്ന് പ്രൈസ് ഇറങ്ങി വരുന്നു, ഇവിടെ റീടെസ്റ്റ് എടുത്ത് തിരിച്ച് മുകളിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് 48 ബ്രേക്ക് ചെയ്തിട്ട് വലിയ മൂവ്മെൻറ്റ്, ആ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് കറൻ്റ്ലി BTCയുടെ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നിലവിൽ നിൽക്കുന്ന ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അത് ബ്രേക്ക് ആവാനുള്ള സാധ്യതയാണ് വളരെയധികം കൂടുതലായിട്ട് കാണുന്നത്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 40 ഏരിയയിലേക്കൊക്കെ ഉള്ളൊരു മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് അവിടെ പ്രൈസ് എങ്ങനെ മൂവ് ആവുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കാരണം 40 ഏരിയയിൽ ആ ഒരു ഏരിയയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടും മാർക്കറ്റ് വീണ്ടും 37 അങ്ങനെയുള്ള ഏരിയയിലേക്ക് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. ആക്ച്വലി ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്ന ഈ ഒരു പമ്പ് എന്ന് പറയുന്നത് ETF-ൻ്റെ ഒരു ന്യൂസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പമ്പും കൂടെയാണ്. അപ്പോൾ ഈ ETF റിലേറ്റഡ് ആയിട്ട് നമ്മൾ കുറച്ച് ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് ETF ഈ പ്രാവശ്യം ഇത്ര ഹൈപ്പ് വന്നു? സത്യം പറഞ്ഞാൽ ആക്ച്വലി ETF ന്യൂസ് എന്ന് പറയുന്നത് 2013 മുതലേ ആളുകൾ ETF-ന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് ETF ഈ പറഞ്ഞ ഫ്യൂച്ചർ ETFs ഒക്കെ അപ്രൂവൽഡ് ആണ്. എന്നാൽ ഈ പ്രാവശ്യം എന്തുകൊണ്ട് ഇത്ര ഹൈപ്പ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഒരു സ്പോട്ട് ETF വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഹൈപ്പാണ്. അത് മാത്രമല്ല, ഈ സ്പോട്ട് ETF കൊണ്ടുവരുന്നത് ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന 10 ട്രില്യൺ അസറ്റ് കമ്പനിയാണ്. സോ അതിൻ്റെയൊക്കെ ഒരു ഹൈപ്പാണ് ഇപ്പോൾ നമുക്ക് ആക്ച്വലി കാണുന്നത്. ആക്ച്വലി നമ്മൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ 30,000 പ്രൈസ് റേഞ്ചിൽ BTC നിൽക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു ഹൈപ്പിലേക്ക് വന്നതിൽ നല്ലൊരു പങ്കും ETF-നുണ്ട്. ഇപ്പോൾ ETF-നെ പറ്റി കുറേ ആളുകൾ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ETF-നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ETF എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്കുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ETF വന്നു കഴിഞ്ഞുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിറ്റ് കോയിൻ വാങ്ങാനായിട്ട് അത്ര സുഖമുള്ള പരിപാടിയല്ല. കാരണം ഒന്ന് റെഗുലേറ്റഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് ഇല്ല. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പല ആളുകളും ഈ ഒരു മേഖലയിലേക്ക് വരാതെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇത് സ്റ്റോക്സ് വാങ്ങുന്ന പോലെ വാങ്ങാൻ പറ്റുന്ന ഗവൺമെൻറ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ വാങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപ്രകാരം ഇത് വളരെയധികം വളരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ETF-ൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നാണ്.
അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ETF ഇതിന് മുമ്പ് ഗോൾഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗോൾഡിനെ അണ്ടർലൈനിങ് ചെയ്യുന്ന ഒരു അസറ്റ് ക്ലാസ്സിനെ ബേസ് ചെയ്ത് അതിൻ്റെ പ്രൈസ് ട്രാക്ക് ചെയ്തുകൊണ്ടായിരിക്കും ETF ഉണ്ടാവുക. അതേപോലെ ബിറ്റ്കോയിനെ അണ്ടർലൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു അസറ്റ് ക്ലാസ് ആയിട്ട് അതിനെ ട്രാക്ക്ഡ് ബേസ് ആയിട്ടാണ് വരുന്നത് ETF, ബിറ്റ്കോയിൻ ETF വരുന്നത്. അപ്പോൾ ഈ സ്പോട്ട് ETF-ന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു ഇതിന് മുമ്പ് ഒരുപാട് ഫ്യൂച്ചർ ETFs ഒക്കെ അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇല്ലാത്ത ഹൈപ്പ് എന്തുകൊണ്ട് ഈ സ്പോട്ട് ETF-ന് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു റീസൺ ഉണ്ട്. കാരണം ഈ ഫ്യൂച്ചർ ETF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആക്ച്വലി ബിറ്റ്കോയിൻ ബൈ ചെയ്യുന്നില്ല. അതായത് അതിൻ്റെ ഒരു പ്രൈസ് ട്രാക്കിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. അതായത് എന്താ പറയുക, ഫ്യൂച്ചർ ഡെറിവേറ്റഡ് ബേസ്ഡ് ആയിട്ട്, അതായത് പ്രൈസിൻ്റെ ഡെറിവേറ്റഡ് ബേസ്ഡ് ആയിട്ടാണ് ആ ETF വർക്ക് ചെയ്യുന്നത്. എന്നാൽ സ്പോട്ടിലേക്ക് വരുമ്പോൾ ആക്ച്വൽ ബൈയിങ് ആണ് നടക്കുന്നത്. അതായത് ഒരാൾ ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റോക്സിൽ പോയി ബിറ്റ്കോയിൻ വാങ്ങുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു യൂസർ വാങ്ങുമ്പോൾ അതിൽ ആക്ച്വൽ ബിറ്റ്കോയിൻ ആര് ബൈ ചെയ്യുന്നുണ്ട്? ബ്ലാക്ക് റോക്ക് ബൈ ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് റോക്ക് ബൈ ചെയ്തിട്ട് അതിനെ എവിടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്? അവരുടെ സെൽഫ് കസ്റ്റഡി ആയിട്ടുള്ള കോയിൻ ബേസിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സപ്ലൈ കുറയുകയോടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അതൊരു 10 ട്രില്യൺ അസറ്റ് കമ്പനിയാണ്. അത്രയും അസറ്റുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക, കുറച്ച് ഫണ്ട് ഇതിലേക്ക് വന്നാൽ പോലും പറയാൻ കാരണം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ബിറ്റ്കോയിൻ വാങ്ങാനുള്ള ഒരു അസറ്റ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു പോർഷൻ വന്നാൽ പോലും അത് ഈ ഒരു മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും നല്ല രീതിയിലുള്ളൊരു ഹൈപ്പ് ബിറ്റ്കോയിനിൽ ഉണ്ടാകും എന്ന് എല്ലാവരും ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ETF-ന് വളരെയധികം ഇമ്പോർട്ടൻസ് ആളുകൾ കൊടുക്കുന്നത്. ഇത്രയും ഹൈപ്പ് അതിന് വരാനുള്ള റീസൺ. ഓക്കെ, അപ്പോൾ അതാണ് മേജറായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾ ട്രസ്റ്റഡ് ആയിട്ട് ഉള്ളൊരു പ്ലാറ്റ്ഫോമിലൂടെ ബിറ്റ്കോയിൻ വാങ്ങാനായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് വരും. അതുപോലെ തന്നെ ഒരു ഡെറിവേറ്റഡ് ബേസ്ഡ് അല്ലാതെ, പ്രൈസ് ട്രാക്കിംഗ് അല്ലാതെ ആക്ച്വൽ ബിറ്റ്കോയിൻ അവർ വാങ്ങുന്നതുകൊണ്ട്, അതായത് നമ്മൾ വാങ്ങുന്ന അനുസരിച്ചിട്ട് ബ്ലാക്ക് റോക്ക് വാങ്ങി അവരുടെ സെൽഫ് കസ്റ്റഡിയിലേക്ക് മാറ്റുന്നതുകൊണ്ട് അവരുടെ സപ്ലൈ കുറയും. സോ ഡിമാൻഡ് കൂടുകയും ചെയ്യും. സോ അതിൻ്റെ ഭാഗമായിട്ടും പ്രൈസിൽ ഇൻക്രീസസ് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് ആളുകൾ ഈ ഒരു ഹൈപ്പ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ETF, സ്പോട്ട് ETF വർക്ക് ചെയ്യുന്നത് അതിനുള്ള ഹൈപ്പിന് കാരണം ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിപ്പോൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബിറ്റ്കോയിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ വാച്ച് ചെയ്യാം, എന്തെല്ലാം കൺഫർമേഷൻസ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഓക്കെ.